ഹലോ പ്രിയപ്പെട്ടവരെ, ഞാൻ രമീഷാണ്. ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ കുന്നത്തുനാട് എന്നൊരു സ്ഥലത്ത് ഒരു വീട്ടിൽ 40ഓളം നായയെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ നമ്മുടെ പൊതുസമൂഹം അവരുടെ മതിലുകൾ തകർത്ത് ആ വീട്ടിൽ കയറുകയും അവരെ അസഭ്യം പറയുകയും പോലീസ് കേസാക്കുകയും ചെയ്തൊരു വാർത്ത സോഷ്യൽ മീഡിയയിലും നമ്മുടെ പത്രമാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലും വരികയുണ്ടായി. അതിനുശേഷം പത്തനംതിട്ടയിലോ പെരിന്തൽമണ്ണയിലോ എവിടെയോ 120ഓളം നായയെ വളർത്തിയ ഒരു ചേച്ചിയെയും തെറി പറയുന്ന ഒരു സമൂഹത്തെ നമ്മൾ കണ്ടു. ആ ചേച്ചിമാർക്ക് തലയ്ക്ക് ഓളം ഉണ്ടായിട്ടല്ല അത്രയും നായകളെ വളർത്തുന്നത്. തെരുവിൽ അലിയുന്നതും കൈകാലുകൾ അറ്റുപോയതും തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയ നായയെ അവർ സംരക്ഷിക്കുന്നത് തികച്ചും മാനസികമായ പരിഗണന കൊണ്ട് മാത്രമാണ്. മനുഷ്യനില്ലാതെ പോയതും ആ ചേച്ചിമാർക്ക് ഉള്ളതും അത് മാത്രമാണ്. നിങ്ങൾ പലവട്ടം ഇങ്ങനത്തെ വാർത്തകൾ കണ്ടിട്ടുണ്ടാവും. തെരുവ് നായ ആക്രമണത്തിൽ കുട്ടികൾക്ക് പരിക്കേറ്റു, വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു, തെരുവ് നായ ആക്രമണത്തിൽ ആളുകൾ മരിച്ചു. ഇങ്ങനത്തെ വാർത്തകൾ നമ്മൾ കുറേ കാലം കേട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനത്തെ വാർത്തകൾ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ആ വാർത്തകൾക്ക് കുറവുണ്ടായി. അതിൻ്റെ കാരണം ചില സ്ഥലങ്ങളിൽ ഇത്തരം ആളുകൾ അല്ലെങ്കിൽ കുറേ നല്ല മനുഷ്യർ നായയെ സംരക്ഷിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അവരുടെ കയ്യിൽ ഇതിനുള്ള പൈസയോ സാമ്പത്തിക സ്ഥിതിയോ ഒന്നുമില്ല. എന്നാലും അവർ ആരുടെയെങ്കിലും സ്ഥലം ലീസിനെടുത്ത് പൊതുസമൂഹത്തിന് മുമ്പിൽ ആരും അറിയാത്തവരായി തന്നെ മതിൽ കെട്ടി ഇത്തരം റെസ്ക്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും അപകടത്തിൽപ്പെട്ട നായ്ക്കളെ അവർക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടാണ് അവർ വളർത്തുന്നത്. അവർക്ക് ഇതിന് ചെല്ലിനും ചൊല്ലിനും കൊടുക്കാനുള്ള പണം പോലുമില്ല. എന്നാലും നിരവധി മനുഷ്യസ്നേഹികൾ അല്ലെങ്കിൽ മൃഗസ്നേഹികൾ അവർക്ക് പണം കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരം റെസ്ക്യൂ സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ മറവിൽ എന്ത് തട്ടിപ്പുണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. പക്ഷേ പൊതുസമൂഹത്തിന് ഗുണകരമായൊരു കാര്യം അവർ ചെയ്തിട്ടും അവരെ നിങ്ങളിങ്ങനെ ഉപദ്രവിക്കുന്നതും വേട്ടയാടുന്നതും തെറ്റാണ്. നിങ്ങൾ ആരെങ്കിലും ഒരു മനുഷ്യൻ തയ്യാറുണ്ടോ ആ ഡോഗുകളെ അത്രയും വളർത്താൻ? അല്ലെങ്കിൽ തെരുവിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന നായയെ സംരക്ഷിക്കാൻ എത്ര പേര് ഇറങ്ങി ചെല്ലാറുണ്ട്? നമ്മുടെ നാട്ടിൽ വളരെ കുറച്ച് പേര് മാത്രമാണ് അത്ര റെസ്ക്യൂ ചെയ്യുന്നത്. ഇതിന് ഗവൺമെൻറ്റിന് ഫണ്ടില്ലാഞ്ഞിട്ടോ പഞ്ചായത്തിന് ഫണ്ടില്ലാഞ്ഞിട്ടോ അല്ല, അവരത് ചെയ്യുന്നില്ല. അവർ ആ ഫണ്ട് അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ്. നിരവധി ഫണ്ടുകളുണ്ട്, നിരവധി NGOകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊന്നും പൊതുസമൂഹത്തിന് മുമ്പിലില്ല. അവരെല്ലാം സ്വന്തം കാര്യം നോക്കി വലിയ വാഹനങ്ങളിൽ സുരക്ഷിതമായി സഞ്ചരിക്കുകയാണ്. ഒരാളുമില്ല. അനിമൽ വെൽഫെയർ ബോർഡുണ്ട്, അവർക്ക് ഫണ്ടുണ്ട്. ഇതൊന്നും ഇവർ ഉപയോഗിക്കുന്നില്ല. ഈ തെരുവ് നായയെ സംരക്ഷിക്കുന്നതും അവർക്ക് ആഹാരവും മറ്റും കൊടുക്കുന്നതും പൊതുസമൂഹത്തിലെ ഒറ്റപ്പെട്ടവർ മാത്രമാണ്. അവരെയാണ് നമ്മൾ വേട്ടയാടുന്നത്. നമ്മൾ നിരവധി സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പാവപ്പെട്ട കുറേ പേരെ കാണാറുണ്ട്. സ്വന്തം വണ്ടിയിൽ വലിയ പാത്രത്തിൽ ചോറ് കൊണ്ടുവന്ന് തെരുവിലെ നായകൾക്ക് ഭക്ഷണം കൂട്ടുന്നവർ. അതും മറ്റുള്ളവരെ പേടിച്ച് രാത്രിയിലാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. പാലക്കാട് നിന്ന് യാത്ര ചെയ്ത സമയത്ത് രാത്രി 11 മണിക്ക് ശേഷം പോലീസുകാർ നിൽക്കുന്നൊരു സ്ഥലത്ത് വലിയൊരു പാത്രത്തിൽ ചോറ് കൊന്ന് നായകൾക്ക് കൊടുക്കുന്ന ഒരു പാവം സാധുവായൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ പൊതുസമൂഹത്തിലെ മലയാളികൾ, നിങ്ങൾ അവരെ വേട്ടയാടരുത്. നിങ്ങൾ അവരെ മനസ്സിലാക്കുക. ഇത്രയും നായയെ അവർ സംരക്ഷിക്കുമെങ്കിൽ എത്രയും അവരോട് ഇഷ്ടമുണ്ടായിട്ടായിരിക്കും, അവർക്ക് പൊതുസമൂഹത്തോടൊന്നും താല്പര്യം ഉണ്ടായിട്ടായിരിക്കും. ഇത്രയും നായയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഈ നായകൾക്കെല്ലാം വാക്സിൻ എടുത്ത് അവരുടെ കടി കേൾക്കാതെ ഇവരെ സംരക്ഷിക്കണമെങ്കിൽ അതൊരു ചെറിയൊരു കാര്യമല്ല. അപ്പോൾ നിങ്ങൾ അവരെ മനസ്സിലാക്കുക, അവരെ വേട്ടയാടാതിരിക്കുക. അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സഹായിക്കുക. അവരെ ഒരിക്കലും നിങ്ങൾ വേട്ടയാടരുത്. നമ്മുടെ സമൂഹത്തിൽ ആരുമില്ല അത്തരം റെസ്ക്യൂ ചെയ്യുന്നവർ. ഈ നായയെ അവർ നാളെ തെരുവിലേക്ക് ഇട്ടാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ സ്വന്തക്കാർക്ക്, നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് ഇവർക്കാണ് ഈ നായയുടെ കടിയേക്കുന്നത്. തെരുവ് നായ ഭക്ഷണം കിട്ടാതാവുമ്പോൾ അക്രമകാരിയാവുന്നു. ഇവർ പൊതുസമൂഹത്തിൻ്റെ നന്മയുള്ള കുറേ ആളുകളുടെ സഹായത്തോടെയാണ് ഈ റെസ്ക്യൂ ചെയ്യുന്നത്. അവർക്ക് വണ്ടിക്കാശ് പോലും ഉണ്ടാവണമെന്നില്ല. എവിടെയെങ്കിലും ചലനമറ്റ് കിടക്കുന്ന നായ എടുക്കാൻ പോകാൻ വണ്ടിക്കാശോ വണ്ടിയോ ഒന്നും ഉണ്ടാവണമെന്നില്ല. എന്നാലും മറ്റുള്ളവർ സംരക്ഷിച്ചും സഹായിച്ചുമാണ് ഇത്തരം കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. നിങ്ങൾ അവരെ ഉപദ്രവിക്കാതിരിക്കുക, സത്യങ്ങളെ മനസ്സിലാക്കുക. പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് ഒരു 100ഓ 150ഓ നായകളെ കൂട്ടമായി പെറ്റുപെരുകിയാൽ ഒരാൾക്കും അവരിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. അവർ കുട്ടികളുടെ പിന്നാലെ ഓടും, സൈക്കിളുകാരുടെ പിന്നാലെ ഓടും, ബൈക്ക് ഓടിക്കുന്നവരുടെ പിന്നാലെ ഓടും. അപ്പോൾ ഉണ്ടാകുന്നത് ഭീകരമായ അപകടങ്ങളായിരിക്കാം. ഒരു നായ റോഡ് വട്ടം ചാടുമ്പോൾ ഒരു ബൈക്കുകാരനെ ഇടിച്ചാൽ ഉണ്ടാകുന്ന പരിണിത ഫലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രയോ നമ്മുടെ സമൂഹത്തിൽ എത്ര പേരുണ്ട് നായ കുറുകച്ചാടി അപകടം പറ്റി വലിയ പൈസ ചിലവാക്കപ്പെട്ടവർ. ഇപ്പോഴും ചലനമറ്റ് കിടക്കുന്നവരുണ്ടാകാം. അപ്പോൾ നിങ്ങൾ അവരെ മനസ്സിലാക്കുക. ഈ പൊതുസമൂഹം അവരെ വേട്ടയാടാതിരിക്കുക. അവർ നായയെ വളർത്തിക്കോട്ടെ,
അവരെ നിങ്ങൾ സംരക്ഷിക്കുക, അവരെ സഹായിക്കുക. നിങ്ങൾ പറ്റുമെങ്കിൽ അവരുടെ കാര്യങ്ങൾ അവരെ ലീഗലായിട്ട് അവരെ സംരക്ഷിക്കാനും അവരെ ഉപദ്രവിക്കാതിരിക്കാനും നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. സഹായം ചെയ്തില്ലെങ്കിലും നിങ്ങൾ അവരെ ഉപദ്രവിക്കാതിരിക്കുക. കുന്നത്തുനാട്ടിലെ ആ ചേച്ചിക്കും പിന്നീട് 120 ഡോഗിനെ വളർത്തി ഒരു വീട്ടിൽ വഴക്കുണ്ടാക്കി ചെന്ന ആ ചേച്ചിക്കും ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ ചേച്ചിമാരും ഇതുപോലെ വളർത്തുന്ന നിരവധി പേരുണ്ട്. നിങ്ങൾ അവരെ ഒന്നും ഉപദ്രവിക്കാതിരിക്കുക, അവരെ സംരക്ഷിക്കുക. അവർ നായയെ സംരക്ഷിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. അവർക്കിതിൽ നിന്നും ലാഭമില്ല. ഇവർ വളർത്തുന്നതൊന്നും വലിയ ബ്രീഡുകളെയല്ല, അല്ലെങ്കിൽ അവർ നായയെ വീട്ടിൽ പ്രജനനം നടത്തി വിൽക്കുന്നില്ല. അപ്പോൾ അവർക്ക് വരുമാനമില്ല. നിങ്ങൾ അതും കൂടി മനസ്സിലാക്കുക. നായയെ വളർത്തണമെങ്കിൽ നല്ല ബ്രീഡുകളെ വളർത്തി വിൽക്കുന്നവരുണ്ട്. അവർ പോലുമല്ല ഇവർ നാട്ടിൽ നമ്മുടെ തന്നെ വീടുകളിൽ ഉണ്ടാകുന്ന നാടൻ കുട്ടികളെ തെരുവിൽ എറിയുന്ന നിരവധി പേരുകളുണ്ട്. അതായത് പാലുകുടി മാറുന്നതിന് മുമ്പ് വരെ കൊണ്ടുവന്ന് കളയുന്ന ഇഷ്ടം പാരി ആളുകളുണ്ട്. അവരിൽ ആ കുട്ടികളെയാണ് മറ്റുള്ള റെസ്ക്യൂ ആളുകളുടെ സഹായത്തോടെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ആളുകൾ വിളിച്ചു പറയും, ഇന്ന വീട്ടിൽ ഇന്ന സ്ഥലത്ത് ഇത്ര കുട്ടികൾ കിടക്കുന്നു, അല്ലെങ്കിൽ ഓഫീസിൻ്റെ താഴെ ഇത്ര കുട്ടികൾ കിടക്കുന്നു, നാടൻ കുട്ടികളാണ്, അവർക്ക് വെള്ളമില്ല, ആഹാരമില്ല, ഉറുമ്പരിച്ച് കിടക്കുന്നു, നിങ്ങൾ വന്ന് രക്ഷിക്കൂ എന്ന് കേൾക്കുമ്പോൾ ഇവർ ആരെങ്കിലും വിളിച്ച് പരിചയക്കാരെയോ ബന്ധുക്കളെയോ അല്ലെങ്കിൽ സ്വന്തക്കാരെയോ വിളിച്ച് ആ വണ്ടിയിൽ ഈ റെസ്ക്യൂ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അത് കുറച്ച് ദൂരമൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ 10, 20, 30 കിലോമീറ്റർ ദൂരത്തിലുള്ള ഈ സ്ഥലത്ത് ചെന്ന് ആ നായക്കുട്ടികളെ കണ്ടെത്തി അതുങ്ങളെ എടുത്തു കൊണ്ടുവന്ന് പരിചരിച്ച് അവർക്ക് വാക്സിനേഷൻ നൽകിയിട്ട് ഇവർ ഗ്രൂപ്പിലിടുകയാണ്. അല്ലെങ്കിൽ ഇവർക്ക് അറിയുന്നവരോട് പറയുകയാണ്, നല്ല ഇനം നായക്കുട്ടികളെ കിട്ടിയിട്ടുണ്ട്, വാക്സിനേഷൻ കഴിഞ്ഞതാണ്, നിങ്ങൾ ഏറ്റെടുക്കുമോ, അല്ലെങ്കിൽ അഡോപ്ഷൻ എടുക്കുമോ. അങ്ങനെ അഡോപ്ഷൻ സെൻറ്ററുകളിലും ഇങ്ങനെ സ്ഥലങ്ങളിൽ എത്തിച്ചിട്ട് ആ നായകളെ അവർ സുരക്ഷിതമാക്കുകയാണ് ചെയ്യുന്നത്. ഇനിയെങ്കിലും നന്മ നിറഞ്ഞ എൻ്റെ പൊതുസമൂഹമേ, നിങ്ങൾ ഒന്നെങ്കിൽ മനസ്സിലാക്കൂ, ഒരു റെസ്ക്യൂ സെൻറ്ററും പ്രവർത്തിക്കുന്നത് സാമ്പത്തിക ലാഭത്തിനല്ല. അവർക്ക് ആരും ലോൺ കൊടുക്കുകയില്ല. അവർ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞും സഹായം അഭ്യർത്ഥിച്ചും പണം സ്വരൂപിച്ച് കുറച്ച് സ്ഥലങ്ങൾ ലീസിനെടുത്ത് അതിന് ചുറ്റും ഫെൻസിങ് ഇട്ട് അതിൻ്റെ അകത്ത് ഷെഡ് പണിതിട്ടാണ് ഈ തെരുവ് നായകളെ വളർത്തുന്നത്. അവർക്ക് ആഹാരം പോലും അവർ മറ്റുള്ളവരുടെ ദയ കൊണ്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾ അവരെ ഒന്ന് മനസ്സിലാക്കുക, അവരെ ഉപദ്രവിക്കാതിരിക്കുക. ഈ നായയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവർ ചെയ്യുന്നവർ ചെയ്തോട്ടെ, നിങ്ങൾ അവരെ ഉപദ്രവിക്കാതിരിക്കുക. ഈ നായയെ റെസ്ക്യൂ ചെയ്ത 2 ചേച്ചിമാർക്കും എൻ്റെ ബിഗ് സല്യൂട്ട്. എനിക്ക് നിങ്ങളെ നേരിട്ട് പരിചയമില്ല, നിങ്ങളെ വന്ന് സഹായിക്കാനും എനിക്ക് നിവൃത്തിയില്ല, ഞാൻ വേറൊരു സ്ഥലത്താണ്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. പൊതുസമൂഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ, നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ, നിങ്ങളെ സഹായിക്കാൻ. നിങ്ങളെ സഹായിക്കാതെ വഴിമാറി നിൽക്കുന്ന സമ്പന്നരുണ്ടെങ്കിൽ, നായയെ സ്നേഹിക്കാൻ മനസ്സുള്ള മറ്റുള്ള മനുഷ്യരുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ മുൻപോട്ട് വരട്ടെ. നിങ്ങളെ സാമ്പത്തികമായും നിങ്ങളെ സംരക്ഷിക്കാനും നിങ്ങൾക്ക് സപ്പോർട്ട് തരാനും ഞാനും എൻ്റെ ചെറിയ വീഡിയോകൾ പറയുകയാണ്. എനിക്ക് അത്രയേ കഴിയൂ. കാരണം എല്ലാം സമൂഹത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ കാരണം നമ്മുടെ ഒരു സമൂഹ ജീവിയും ഉപദ്രവിക്കപ്പെടരുത്, അപകടത്തിൽപ്പെടരുത്, വെള്ളം വിറ്റാതെ ചാവരുത്. അപ്പോൾ നമ്മളെല്ലാവരും അവരെ സഹായിക്കുക, റെസ്ക്യൂ ചെയ്യുന്നവരെ സഹായിക്കുക. നമ്മുടെ കൺമുമ്പിൽ ഒരു നായക്കുട്ടി കിടക്കം കണ്ടാൽ പറ്റുമെങ്കിൽ അതിന് ഒരു ബിസ്ക്കറ്റെങ്കിലും വാങ്ങിക്കൊടുക്കുക. അതിനെ ഉപദ്രവിക്കാതിരിക്കുക, കല്ലെറിയാതിരിക്കുക. നമ്മൾ കല്ലെറിയുമ്പോഴാണ് നമ്മൾ അവർ ഉപദ്രവിക്കാൻ വരുന്നത്. ഒരു കൂട്ടം നായയെ നമ്മൾ കണ്ടാൽ അതിനെ റെസ്ക്യൂ ചെയ്യാൻ ഇങ്ങനെയുള്ളവരോട് പറയുക, അവർ റെസ്ക്യൂ ചെയ്തോളും, അവർക്ക് ഫുഡ് കിട്ടിക്കോളും, അവർ സുരക്ഷിതമായി എവിടെയെങ്കിലും വളർന്നോളും. അപ്പോൾ എൻ്റെ എല്ലാ നല്ലവരായ എൻ്റെ നാട്ടുകാരോട് പറയാനുള്ളത്, നിങ്ങൾ അവരെ ഉപദ്രവിക്കരുത്, അവരെ സംരക്ഷിക്കുക, അവരെ സഹായിക്കുക. മറ്റു വീഡിയോ കാണും വരെ ബൈ ബൈ.